മോട്ടോ G35 ഒരു 10K പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് 5G ഫോൺ എന്നാണ് പറയുന്നത്. ടെക് ആർക്കിൻ്റെയൊക്കെ വേലിഡേഷൻ ഉള്ള ഒരു 5G ഫോണാണ്. ഏകദേശം ഒരു ഈ സെഗ്മെൻറ്റിൽ ഒരു ഓൾറൗണ്ടർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ബെസ്റ്റ് 5G ഫോൺ എന്നാണ് പറയുന്നത്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ബോക്സാണ് G35ൻ്റെ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കേസ് തുറന്നുകൊടുക്കാൻ തന്നെ ഫോണ് വരുന്നുണ്ട്. അതിൻ്റെ ഓൾറെഡി കവറൊക്കെ ഉണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് കവർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഞാനിതിൽ ഗുവ റെഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതാണ് വന്നിട്ടുള്ളത്. ഇതൊരു ലെതർ ഫിനിഷാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിനിഷ് തന്നെയാണ്. കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതല്ലാതെ ബ്ലാക്ക് വേരിയൻ്റ് വരുന്നുണ്ട്, PMMA ബ്ലാക്ക്. അതല്ലാതെ ഇതേ ലെതർ ഫിനിഷിൽ ലീഫ് ഗ്രീൻ കളർ വരുന്നുണ്ട്. അപ്പോൾ ബോക്സിൽ ഇനി എന്തൊക്കെയാണുള്ളത് നോക്കാം. കാണുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. യൂസർ മാനുവൽ, പിന്നെ സിം ഇജക്ടർ പിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബോക്സിൽ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്, 20 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ്. അതല്ലാതെ ഒരു A to C ടൈപ്പ് കേബിളുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഫോണിലേക്ക് വരാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ പവർ ബട്ടൺ കം ഫിംഗർ പ്രിൻ്റ് വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് വോളിയം ബട്ടൺ വന്നിട്ടുണ്ട്. ബോട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, അതിനിപ്പുറത്ത് 3.5mm ജാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോഫോണ്. പിന്നെ ടോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഒരു നല്ല ഫീച്ചറാണ്. പിന്നെ മുകളിലായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ വരുന്നുണ്ട്. ക്യാമറ എന്ന് പറയുന്നത് 50 MP ക്യാമറയാണ്. പ്ലസ് അൾട്രാ വൈഡിന് വേണ്ടിയിട്ട് 8 MPയുടെ മറ്റൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 4GB 128GB ആണ് വരുന്നത്. 4GB റാം, 128 സ്റ്റോറേജ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം പോർട്ട് വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം പോർട്ടാണ്. അപ്പോൾ ഡബിൾ സിമ്മായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്മും ഒരു SD എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. നമ്മളൊരു പഞ്ച് ഹോൾ ടൈപ്പാണ് വരുന്നത്. അത് നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കാണുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു 10K പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഫോൺ തന്നെയാണ്. വാല്യൂ ഫോർ ദ മണി ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 185 grams ആണ് വരുന്നത്. ഫെദർ ലൈറ്റ് എന്നാണ് കമ്പനി പറയുന്നത്. തിക്നെസ് വരുന്നത് 7.9 mm തിക്നെസ്സാണ് പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഒരു റേഞ്ചിൽ നമുക്ക് നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. Android 14 ആണ് ഉള്ളത്. അത് 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലോഞ്ച് ചെയ്തിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ അത്യാവശ്യം ഒരു നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്.